അപ്പം മണിപുരത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് അത് ഒന്നിറങ്ങി ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഏതൊക്കെ ലെവലിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നോ, സബ്റ്റിലായിട്ട് സൈക്കിയിൽ ഏതൊക്കെ തലത്തിലാണ് ഇതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ആ നോളജ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് ആ നോളജ് ബാക്കിൽ കിടക്കുകയാണെങ്കിൽ, നമ്മളെ ബാക്ക് സപ്പോർട്ടായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും ഇഷ്യൂ വരുന്നതിന് മുമ്പേ തന്നെ അറിയാം. അപ്പോൾ അവിടെ ചെയ്യണ്ടല്ലോ. അവിടെ വലിയ കുഴിയാണെന്ന് പറഞ്ഞാൽ കണ്ണടച്ചോട്ട് നടക്കാമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കണ്ണ് തുറന്ന് നടക്കാൻ കുറച്ച് നേരം എന്ന് വിചാരിക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി മണിപുരം നേരത്തെ ഫെസ്റ്റിവലിൽ ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, ബേസിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് നമ്മൾ നോക്കിയിട്ട് പോകാം. അപ്പോൾ മണി എന്ന് വെച്ചാൽ ജം എന്നാണ്, മണിപ്പുരം എന്ന് വെച്ചാൽ സിറ്റി ഓഫ് ജം എന്നാണ്. അപ്പം ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് പവർ ഹൗസാണത്. അവിടെ തന്നെ നമ്മുടെ ഇൻ്റലക്ച്വലായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ അണ്ടർസ്റ്റാൻഡിങ്ങുകൾക്കും ഭയങ്കര പ്രിഫറൻസ് കൊടുത്ത് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് മണിപ്പുര ചക്രവർത്തി. അതിൻ്റെ ഈ സിറ്റി ഓഫ് ജം എന്ന് പറയുന്നത്, ഈ ജംസ് എന്താണെന്ന് പറഞ്ഞാൽ, മണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഭയങ്കരമായിട്ട് റിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ്. നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ട് വന്ന കൂട്ടത്തിൽ പലതും അറിഞ്ഞല്ലോ. പലതും അറിഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ എസെൻഷ്യലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഒരുപാട് അവിടെ കിടപ്പുണ്ട്. അതെല്ലാം ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ്. എന്ന് വെച്ചാൽ തെറ്റും ശരിയിലും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കിയതിൽ ശരിയാണെന്ന് കണ്ട് അത് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്ത് അത് ശരിയാണെന്ന് നമ്മൾ ഒരു കോൺസെപ്റ്റാക്കി വെച്ചിട്ടുണ്ട്. കോൺസെപ്റ്റ് ആക്കുന്നതിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അത് അപ്ലൈ ചെയ്ത് നോക്കും ബാക്കിയുള്ളവർക്കും കൂടെ ശരിയാണോ. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ എല്ലാവർക്കും ഇങ്ങനെയാണെന്ന് നമ്മൾ കൺഫേം ചെയ്യും. അപ്ലൈ ചെയ്ത് നോക്കിയിട്ടാണ് അത് കൺഫേം ചെയ്യേണ്ടത്. അങ്ങനെയല്ല സാധാരണ ചെയ്യുന്നത്. എനിക്കിങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആ റൂട്ടിൽ പോയാൽ അപകടം വരും എന്ന് നമ്മൾ അടുത്ത ആളുടെ അടുത്ത് അഡ്വൈസ് ചെയ്യുന്ന പോലെ. നമ്മുടെ അനുഭവം പോയ പാടി കൊണ്ടു എന്നുള്ളതുകൊണ്ട് ഞാൻ ആരും പോകണ്ട അങ്ങോട്ടെന്ന് പറയാം. അങ്ങനെ ഇതിനെ കൺസെപ്ച്വലൈസ് ചെയ്ത് വയ്ക്കും. എന്നുവെച്ചാൽ ഇതെല്ലാവർക്കും ജനറലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് ജനറലൈസ് ചെയ്ത് അത് പ്രഷ്യസ് ആവും. എന്നുവെച്ചാൽ അത് കോമൺ പബ്ലിക്കിന് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് നമ്മളങ്ങെടുക്കും. അപ്പോൾ അത് സയൻറ്റിഫിക്കായി. ജനറലൈസ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. എല്ലാവർക്കും അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ ശ്രമിക്കുക. ഈ സ്പിരിച്വൽ സാധനങ്ങൾ അങ്ങനെ ഇല്ല, ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസുകളാണ്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളത് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് ഇതാണെന്ന് കണ്ടിട്ട് നമ്മൾ ഫർദറായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി വേറൊരാൾ ചെയ്യുമ്പോൾ കുറച്ച് മാറ്റിയ ഒരു കണ്ടീഷനിലായിരിക്കും അയാൾ ചെയ്ത് മനസ്സിലാക്കുന്നത്. ഇതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. സാധാരണ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങൾ സിന്തസൈസ് ചെയ്തെടുത്ത നോളജ് എന്ന് പറയുന്നതിന് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണെന്ന് നമ്മൾ ധരിച്ചിട്ട് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് കൺഫേം ചെയ്ത് അത് വെച്ചേക്കും. എന്നിട്ട് അതുമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞ ഒരാളാണെന്ന് നമുക്ക് തോന്നിക്കും. അറിഞ്ഞ ഒരാളെന്ന് തോന്നിച്ചാൽ ഒരു സുഖം ഉണ്ടാവും. ഈ അറിഞ്ഞ ആളിനെ കൺഫേം ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പണിപ്പെട്ടുകൊണ്ടേയിരിക്കും. എല്ലാവരും ഈ ആളിനെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. മണിപ്പുര ചക്രത്തിൻ്റെ ബേസിക് പോയിൻ്റ് എന്ന് അക്സെപ്റ്റൻസാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാടൊക്കെ ഇത് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ഇപ്പോൾ വേറൊരു രാജ്യത്ത് പോയി നിൽക്കുന്നു, ഓരോരുത്തർക്കും നമ്മളെ അറിഞ്ഞുകൂടാ. ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ, ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ വെച്ചാൽ പിന്നെ അവിടെ കിടന്ന് 4 വേല കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, പിന്നെ കുഴപ്പമാണ്. ഇതാണ് ഇതിനകത്തുള്ള പ്രശ്നം. ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കൊച്ചു ഗുഹയ്ക്കകത്ത് വലിയ ആളായിരിക്കും, എൻ്റെ ഇന്നൊന്ന് കിണറ്റിലെ പൊട്ടക്കുളത്തിലെ എന്ന് പറയില്ല, അതേപോലെ നമ്മൾ ഒരാളാണെന്ന് പിടിച്ച് വെച്ചിട്ട് ആ ആളിനെ ആളുകളുടെ അടുത്ത് ഇനി പറഞ്ഞ് അവരെ മനസ്സിലാക്കി അതിനെ അംഗീകരിപ്പിച്ച് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പുതിയ സന്തോഷം. ഇത് രണ്ടാണ് മണിപ്പുര ചക്രത്തിൻ്റെ ആക്സെപ്റ്റൻസ് ആൻഡ് വിഷൻ. ഇതാണ് മണിപ്പുര ചക്രത്തിൻ്റെ ആസ്പെക്റ്റുകളെന്ന് പറയുന്നത്. അതിപ്പോൾ സപ്പോസ് ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളാണ് വീട്ടിൻ്റെ ആൾ, എല്ലാം നമ്മളാണ് നടത്തിക്കൊണ്ട് പോണത്. ഒരു ദിവസം കയറി വരുമ്പോഴത്തേക്കും നമ്മൾ പറയണമെന്നൊന്നും ആരും കേൾക്കണില്ല. ഇത് കൊള്ളാമല്ലോ.
ആരും കേൾക്കുന്നില്ല. എന്ത് പറ്റിയെന്ന് പെട്ടെന്ന് അപ്സെറ്റ് ആവുമല്ലോ ഇല്ലേ? അപ്പോൾ ആദ്യം വീട്ടിൽ തുടങ്ങും, അത് കഴിയുമ്പോൾ ഗേറ്റിന് പുറത്ത് നിൽക്കുന്നവരെ നമ്മളെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് തോന്നിക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കാലിൽ വലിയ കെട്ടൊക്കെ കെട്ടി ഇറങ്ങി നിന്നോടത്താൽ അവർക്കൊക്കെ മനസ്സിലാവും ഇയാൾ ആളാണെന്ന്. ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ ഇതുപോലെയൊക്കെ സങ്കല്പത്തിലൊക്കെ ചെയ്തെടുക്കും. അപ്പോൾ ഇത് നമ്മൾ നിൽക്കുന്ന ഈ സാനിറ്റിക്ക് ഇൻസാനിറ്റിക്ക് ഇടയിൽ കൂടെയാണ് ഈ പോണത്. അത് ശകലം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സങ്കല്പങ്ങളങ്ങ് ഗവൺ ചെയ്തങ്ങ് പോകും. സങ്കല്പങ്ങൾ നല്ലതാണ്, ഗവൺ ചെയ്ത് പോവുകയും ചെയ്യാം. പക്ഷേ അത് ഒരു ലെവലിന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്രൂട്ടഡായി പോകും. അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. അപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന വളരെ പണിപ്പെട്ട് നമ്മൾ ജീവിതാനുഭവം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന കോൺസെപ്റ്റ്സ്, ബിലീഫ്സ്, ഐഡിയാസ് ഒക്കെ തന്നെ ഈ ജനറലായിട്ട് ബാക്കിയുള്ളവർക്ക് അപ്ലൈ ആകുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് അതിനെ കൺഫേം ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ റോള് കുറേ കൂടെ ഒരു സുപ്പീരിയർ റോളിലേക്ക് നമ്മൾ മാറും. എല്ലാവർക്കും ഇഷ്ടമാണത് അല്ലേ, അംഗീകരിക്കപ്പെടുക എന്നത് അല്ലേ? നിങ്ങൾ അറിവുള്ള ഒരാളാണെന്ന് എല്ലാവരും പറയുകയാണെന്ന് വെച്ചാൽ ചുമ്മാ കളിയാക്കാതെ എന്ന് പറയുമെങ്കിൽ ഉള്ളൊരു സുഖം ഉണ്ടാവും. കളത്തണ്ട എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുകയാണ് അകത്ത്. അപ്പം ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. ആ സ്ഥലമാണ് ഈ മണിപ്പൂര ചക്രം എന്ന് വെച്ചാൽ ഈ മണി എന്ന് പറയുന്നത് ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആകത്തുകയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് സുഖിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഇത് പ്രഷ്യസ് ആണെന്ന് നമുക്ക് തോന്നുന്നത്. അതങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ നോക്കിയാൽ മതി, എല്ലാവർക്കും കാണും ഇല്ലേ? അപ്പോൾ ദിവസം രാവിലെ പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിലങ്ങ് ചെന്ന് കയറുമ്പോഴത്തേക്ക് എന്നും രാവിലെ ഇപ്പോൾ നിങ്ങളൊക്കെ എന്നെ കാണുമ്പോൾ എണ്ണിക്കുന്നത് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരു ദിവസം നിങ്ങൾ എണ്ണിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമാവും. ഞാൻ ശീലിച്ചിരിക്കുകയാണ് എല്ലാവരും എണ്ണിക്കണമെന്ന് ആഗ്രഹിക്കുക. അത് എന്നെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതുവരെ ഈ അടുത്ത കാലം വരെ ആരും എണ്ണിക്കുന്നില്ല. ഇപ്പോൾ ആളുകൾ എണ്ണിക്കാൻ തുടങ്ങി. എന്താണെന്ന് നോക്കണം, ഇനി കണ്ണാടി പോയി എന്തെങ്കിലും കൂടുതലായിട്ട് വന്ന് ചേർന്നിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിനകത്ത് കയറി അത് പിന്നെ നമ്മൾ അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. ഇതിനെ ഈ ഇൻസിഡൻറ്റിനെ നമ്മൾ അക്സെപ്റ്റൻസുമായി ചേർത്ത് വായിക്കുക. എണ്ണിച്ചില്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നും. അതാണ് പ്രശ്നം. അക്സെപ്റ്റൻസ് ഇതുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല. എങ്കിലും ഇത് റിച്വലിസ്റ്റിക്കായി മാറുമ്പോൾ ആ റിച്വൽ അവിടെ നടന്നില്ലെങ്കിൽ ശരിയായില്ല കാര്യങ്ങളെന്ന് തോന്നിക്കും. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന നമ്മുടെ അണ്ടർസ്റ്റാൻഡ്, ഇപ്പോൾ മൂത്ത ആൾ വന്നാൽ എല്ലാവരും എണ്ണിക്കണമെന്നാണ്. നമ്മൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ടി വിയും കണ്ട് കാലുമേ കാലുമിട്ട് സുഖമായിട്ടിരിക്കുന്ന ഒരുത്തരും എണ്ണിക്കത്തില്ല, മൈൻഡ് ചെയ്യത്ത പോലും ഇല്ല. പണ്ടങ്ങനെയല്ല. നമ്മുടെ കുട്ടിക്കാലത്ത് അച്ഛൻ വരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ചാടി എണ്ണിച്ച് എവിടെയെങ്കിലും പോയി ഒളിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഈ ജംസ് എന്ന് പറയുന്ന ഈ സാധനങ്ങൾ, അതിൻ്റെ കൂടാണ് നമ്മുടെ മണിപ്പൂര ചക്രം എന്ന് പറയുന്നത്. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, റിഫൈൻഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ അക്സെപ്റ്റൻസ് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിഫൈൻഡ് ആളാണ്. പക്ഷേ അയാൾക്കിത് വേണം. അപ്പോൾ അവിടെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആ കോൺഫ്ലിക്റ്റ് നമ്മളോട് തന്നെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണെന്ന് തിരിച്ചറിയാതെ പുറത്തുള്ള സ്ഥലത്ത് അവർ ചെയ്യാത്തത് കൊണ്ട് അവരുമായിട്ട് കോൺഫ്ലിക്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ വർക്ക് ചെയ്യുന്നു. സൈക്കോളജിക്കലി അങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ ഐസൊലേഷൻ വരില്ലേ? ഒന്നും വരില്ല. പക്ഷേ എങ്കിലും നമുക്ക് തോന്നിക്കും നമ്മൾ ഐസൊലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ വരുമ്പോൾ എല്ലാവരും ബഹുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ ആരും ബഹുമാനിക്കുന്നില്ല. എന്താണ് സംഭവം എന്ന് നോക്കിയാൽ വയസ്സായതുകൊണ്ടായിരിക്കും. എങ്കിൽ ഒരു തലക്കെട്ട് കൊണ്ട് കെട്ടി അങ്ങ് ഇറങ്ങി കൊടുക്കാം. വലിയ തലക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങേയിരിക്കും. കണ്ടിട്ടില്ലേ, ഓരോ കെട്ടും കെട്ടി ഇറങ്ങി വരുമ്പോഴത്തേക്ക് എല്ലാവരും എണ്ണിക്കുക. അപ്പം ഇതാണ് ഇതിൻ്റെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ആക്സെപ്റ്റൻസാണ് മണിപ്പൂര ചക്രത്തിൽ. അപ്പോൾ അത് നമ്മൾ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. പക്ഷേ നമ്മൾ ഇത് സീക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കും. ഇത് സീക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നിടത്തോളം നമ്മൾ റൂട്ട് ചെയ്തിരിക്കുന്നത് മണിപ്പൂര ചക്രത്തിൽ തന്നെ ആയിരിക്കും. അവിടെ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്ന എന്തിൻ്റെ ബേസിസിലാണ്? നമ്മുടെ ഈ കോൺസെപ്റ്റും ബിലീഫ്സും ഐഡിയാസും ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് ഞാൻ എന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ മഹാനെ ഈ സൊസൈറ്റി ഒന്ന് അംഗീകരിച്ച് തരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ പ്രയാസം.
ഡിപ്രഷൻ വരും, ഐസൊലേഷൻ വരും, ഫൈറ്റിംഗ് ടെൻഡൻസി വരും, അഗ്രഷൻ വരും, ഭയങ്കരമായിട്ട് കോമ്പറ്റേറ്റീവ് ടെൻഡൻസി വരും, ഇതെല്ലാം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് സ്ഥലവും കൂടെ ആയി മാറും. സൈക്കോളജിക്കലി നമ്മളെ എപ്പോഴും മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെൻറ്ററാണിത്. നമ്മളെല്ലാവരും ഒന്ന് നോക്കണം, ഉള്ളിലോട്ട് നോക്കണം, കുറച്ചെങ്കിലും കാണുമല്ലോ. ഇല്ല, ഇഷ്ടംപോലെ അല്ലേ, അങ്ങനെ വരും. അപ്പോൾ ഇനി അതിനെ ഒന്ന് കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു കഥയാണ്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ബഹുമാനിച്ചാലും ഇല്ല, അതിന് കുഴപ്പമൊന്നുമില്ല. ബഹുമാനിച്ചാൽ അത്രയും കുഴപ്പമാണ് നമുക്ക്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് പെടുമല്ലോ. നിൽക്കാൻ പറ്റാത്തൊരു സ്ഥലമല്ലേ അത്. ഭയങ്കരമായിട്ട് ബഹുമാനിച്ച കളയാം. ഇറ്റലിയിലൊക്കെ ഞാൻ ആദ്യകാലത്ത് പോവുകയാണ്. അപ്പോൾ കറുത്ത താടിയൊക്കെയാണ്, അല്ല കറുത്ത താടിയും ധാരാളം മുടിയൊക്കെ ആയിട്ട് അവിടെ ഏതോ അവതാര പുരുഷൻ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ആരും അടുത്തൊന്നും വരത്തില്ല. എല്ലാവരും വലിയ ഹാളിൻ്റെ അങ്ങേറ്റം പോയിരിക്കുക എല്ലാവരും. വരുന്നവർ അവസാനത്തെ റോളാണ് പിടിക്കുന്നത്. എന്നുവെച്ചാൽ ആരോ ആണെന്ന് നമ്മളിതൊക്കെ കൊണ്ട് ഞാൻ പൊങ്ങിയിട്ടില്ല, സത്യം പറഞ്ഞാൽ അന്നും പൊങ്ങിയിട്ടില്ല, ഇന്നും ഞാൻ പൊങ്ങിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് പൊങ്ങും. കൊള്ളാമല്ലോ, ഇവന്മാരൊക്കെ നമ്മൾ കാലുപിടിക്കാൻ തയ്യാറായിട്ട് നിൽക്കില്ല. അറിയില്ല നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് ഇതിനകത്ത് പെട്ടുപോകണം. പിന്നെ അത് നമ്മൾ സീക്ക് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ വരും. പക്ഷേ ഇത് സിസ്റ്റത്തിന് വളരെ നല്ലതാണ്. ഡിസിപ്ലിൻ ഭയങ്കര പ്രധാനമാണ്. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞിട്ട് അവസാനം 3 മണിക്കൂർ ഇരുന്നിട്ട് അവസാനം ഞാൻ കടച്ചവിടെ നിന്ന് എണ്ണിക്കുമല്ലോ. എണ്ണിച്ച് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇരിക്കുന്ന ഇതുപോലൊരു ചെറിയ കുഷനെ, അതിൻ്റെ 2 സൈസുള്ളൊരു കുഷൻ ഇട്ടേക്കുക അവർ വലിയൊരു, അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഞാൻ എണ്ണിച്ച് കഴിയുമ്പോൾ 3 പെമ്പിള്ളേർ വന്ന് അതിൻ്റെ 3 വശത്ത് പിടിച്ചോണ്ട്, വലിയ വെയിറ്റാണ് സ്വാമി ഇരുന്നിട്ട്. ഒരാൾക്ക് എടുത്തോണ്ട് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് അങ്ങോട്ട് മാറ്റിയിടാനുള്ള സാധനമാണിത്. അതിന് വരെ അതിൻ്റെ 3, അപ്പോൾ ഒരെണ്ണം ഓടി വരും മറ്റേ സൈഡ്, ഒരു സൈഡ് ഒഴിവല്ലേ, അതിൽ കൂടെ പിടിക്കാൻ. അതുകൊണ്ട് ഭാരത്തിലെടുത്തുകൊണ്ട് പോയി ഭദ്രമായിട്ട് വയ്ക്കുക. നമ്മൾ സ്വാമി ആകാൻ ചമയുന്നവർ ഇതിനൊക്കെ വേണ്ടിയാ. ഇങ്ങനെ കൊണ്ടിരിക്കണ കുഷ എടുക്കാൻ 4 പേര്, അതൊക്കെ ആനന്ദമാണ്. അങ്ങനെ ആനന്ദിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം കുഷ എടുക്കാൻ ആരും കാണില്ല, ഇദ്ദേഹം തലയ്ക്കെടുത്ത് കൊണ്ടുപോകും. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് നോക്കിക്കോളും. ഇന്ന് ഞാനാണ് എടുക്കുന്നത്, ആരെങ്കിലും കാണുന്നുണ്ടോ. നമ്മൾ സൈക്കി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിക്കോ. ഇതെല്ലാം കടന്നു പോകണമല്ലോ. അപ്പോൾ ഇതാണ് അവയർനെസ്, ഗ്രോത്ത് ഓഫ് അവയർനെസ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ അവയർനെസ് ഇങ്ങനെ ഗ്രോ ചെയ്യണം. നമ്മളിതിൽ കണ്ടുകൊണ്ട് ഈ ഡ്രാമയും ഈ നാടകങ്ങളും ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പിത്തലാട്ടങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഗ്രോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതിന് പകരം ഇതുപോലുള്ള ചെറിയ സത്രങ്ങളിൽ നമ്മളങ്ങ് ഹാൾട്ട് ചെയ്യും. അവിടെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ കിട്ടും, ചെറിയൊരു കടിയും പടയും ഒക്കെ കിട്ടും അവിടെ. അതെല്ലാം തിന്ന് സുഖമായിട്ട് അവിടുത്തെ അങ്ങ് ഇരിക്കാമെന്ന് വിചാരിക്കും. അപ്പം പ്ലെയിൻ ഇത് വലിയ കൂടിയ പ്ലെയിനാണ്. ഭൂലോകം, ഭൂർലോകം, സ്വർലോകമാണത്. അതിനെ സ്വർലോകം തന്നെ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ നമുക്ക് സ്വർഗത്തിരിക്കും പോലൊക്കെ തോന്നി. അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ അങ്ങനെ വരും. ഇനി അതിനെ മറിച്ച് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒരിടത്തും നമുക്ക് നിൽക്കാൻ ഒരിടവുമില്ല, ഒരിടവും നമ്മുടെ വീടുമല്ല, ഒരു സത്രത്തിനും നമുക്ക് നമ്മുടെ പെർമനൻറ്റ് ഹൗസല്ല, ഒന്നുമല്ല. നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഇവിടെ വന്ന് വിട്ടു. അപ്പം അത് ആ അവയർനെസ്സോട് കൂടിയാണ് സ്പിരിച്വൽ സാധകൻ മുന്നോട്ട് പോകാനുള്ളത്. ഇല്ലെങ്കിൽ ഇയാൾ വഴി തെറ്റിപ്പോവും. പിന്നെ നാശമുണ്ട്, ഒരുപാട് ഉപദ്രവമുണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ യാത്രയിൽ നമുക്ക് മനസ്സിലാക്കിയിരുന്ന നമ്മുടെ യാത്ര വളരെ സമാധാനപൂർവ്വമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ അക്സെപ്റ്റൻസ് ആൻഡ് വിഷനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അത് കിട്ടിയില്ലെങ്കിൽ വരുന്ന നെഗറ്റീവ് ട്രെൻഡുകൾ എന്തായിരിക്കും, നമ്മുടെ ട്രെൻഡാവുന്നത് പിന്നെയാണ് ആ നെഗറ്റീവ് ട്രെയ്റ്റ്സ് എന്തുവരും. നമുക്കിപ്പം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ആരും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയതാണ്. പുതിയൊരു സ്ഥലത്ത് എന്നാൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല.
നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വിട്രോയി ഇവിടെ നിൽക്കേണ്ടെന്ന് തോന്നിക്കല്ലേ, ഇവന്മാർക്ക് എന്തോ കുഴപ്പം പറ്റിയെന്ന് തോന്നി, ഇത് നമുക്ക് പറ്റിയ സ്ഥലമല്ലാന്ന് തോന്നി, അപ്പോൾ ഐസൊലേറ്റ് ചെയ്യാൻ തോന്നിക്കും, ദേഷ്യം വരും. ഇത് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് സീക്ക് ചെയ്യാൻ തുടങ്ങും. ഒക്കെ ചെയ്യുമല്ലോ അതെ. അപ്പോൾ നാളെ ഒരു സമയം വരുമ്പോഴത്തേക്കും എല്ലാവരും എണ്ണി ചെയ്യിക്കണമെന്ന് പറയും. താൻ പോകാമെന്ന് അവർ പറഞ്ഞ സാധനം താൻ പോകുക ഏത് സാധനം എന്ന് അവർ പറയുകയാണെങ്കിൽ അതോടുകൂടി സ്വാമിയുടെ കാര്യം കാറ്റ് പോകും. അപ്പം എവിടെ കിടക്കുന്നതായിക്കോളണം, അതിനകത്ത് നമ്മൾ അറിയാതെ മാറി ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ ഉണ്ടാക്കി അതിൽ രാജാവായിട്ട് ചമഞ്ഞങ്ങിരിക്കുക. ഇത് ചലഞ്ച് വരും. നമ്മളിതെല്ലാം കടന്നു പോകാനല്ല, ഇതൊക്കെ മനസ്സിലാക്കി കടന്നു പോകാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മളപ്പോൾ ആ വരുന്ന ചലഞ്ച് എവിടെയാണ് നമ്മളെ ഹർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണമല്ലോ. അപ്പം നമ്മുടെ ഈഗോയിൽ തന്നെ ഡയറക്റ്റായിട്ട് ഹിറ്റാണ്. നമുക്കകത്തൊരു സാധനം ഉണ്ടല്ലോ, ഞാൻ ആ ഒരാളാണെന്ന്, അതാണ് ഈഗോ. അതിലൊരു പ്ലഷർ കിട്ടുമല്ലോ അല്ലേ, ഞാൻ ഒരാളാണെന്ന് എല്ലാവരും പറയുമ്പോഴത്തേക്കും ഒരു സുഖം. ആ പ്ലഷർ ഉണ്ടല്ലോ, ആ പ്ലഷറാണ് ഈഗോ നമുക്ക് തരുന്നത്. ഇനി ഇവരാരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ദുഃഖം വരുമല്ലോ. അപ്പോൾ ആ പെയിനും പ്ലഷറും തരുന്ന ആളാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്താൽ സുഖവും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ദുഃഖവും വരുന്ന ഒരവസ്ഥയാണ്. അതാണ് ഈഗോയുടെ വർക്കെന്ന് പറയുന്നത്. അത് ഈഗോ വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, ചുമ്മാ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സന്തോഷം വന്നാൽ ചിരിക്കും, കരയാൻ തോന്നിച്ചാൽ കരയും, കരയാൻ തോന്നിച്ചാലല്ല ഒന്നും കിട്ടിയില്ലെങ്കിൽ കരയും. അപ്പോൾ ഈ ആൾ അവിടെ ഭയങ്കരമായിട്ട് റൂട്ടഡായിട്ട് കിടക്കുകയാണ് ഈ മണിപ്പൂർ ചക്രം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം നമ്മളെല്ലാം പറയും ഈഗോ എല്ലാം കളഞ്ഞിട്ട് നിൽക്കണം, ഈഗോ ഒന്നും വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ചെറിയ വഴിയാണ്. മറ്റേ കീ ഹോളത് എന്താ പറയല്ലോ, മറ്റേ ക്യാമൽ കയറാനുള്ള മുട്ട സൂചിയുടെ അടിയിലുള്ള ഹോളുണ്ടല്ലോ, അല്ലെ സൂചിയുടെ സൂചിക്കുഴയിലൂടെ മറ്റേതിനെ കടത്താൻ പറ്റില്ല, ഒട്ടകത്തിനെ കടത്താൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതെല്ലാം പെരുക്കി ഒട്ടകമായിട്ട് നിൽക്കുക. ഇതിൻ്റെ ഈ കുഴയിൽ കൂടെയാണ് അകത്ത് കയറി പോകാനുള്ളത്. ആ കുഴയിൽ കൂടെ നമുക്ക് കയറാൻ പറ്റില്ല. പകുതി അങ്ങോട്ട് കയറും, അത് കയറ്റിയ വലിയ അബദ്ധമാണ്. കാരണം ബാക്കി ഇപ്പുറത്തും കിടക്കും, ഇപ്പുറത്തും കിടക്കും. അത് തള്ളി അങ്ങോട്ടും കയറ്റാകില്ല, ഊരി ഇങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കിയാൽ ശരിക്കും ഇതിലൊന്നും പോകാതിരിക്കണമല്ലേ നല്ലത്. ശരിക്കും മര്യാദയ്ക്ക് ഇരുന്നാൽ പോരെ. മര്യാദയ്ക്ക് ഇരിക്കുന്നതിന് ഒരു പ്രാക്ടീസും വേണ്ട, സമാനമായിട്ടിരിക്കില്ല. ഇന്ന് തലവത്തിൽ വന്നിട്ട് ഇപ്പം എന്ത് കാര്യം. അപ്പോൾ ഇങ്ങനെയാണത് പോണത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിനെ പിരിച്ചു നോക്കിയാൽ നമുക്ക് ബാക്കിയെല്ലാം കാണാം. ഈ ഈഗോയുടെ ഒരു ഭയങ്കരമായിട്ട് ഈ ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുമായി ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും അക്സെപ്റ്റ് ചെയ്ത് തരികയും ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പ്ലഷറിനെയാണ് ഈഗോ പ്ലഷർ എന്ന് പറയുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ദുഃഖം വരുന്നതും ഈഗോയുടെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇത് മാസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന പ്രധാനമാണ്. ഇപ്പോൾ നല്ലൊരു ലോകത്തിന് വേണ്ടി ഇതൊക്കെ ആവശ്യമാണ്. നമ്മുടെ ജീവിതം ഇത്തിരി സമാധാനമായിട്ട് പോകണമെങ്കിൽ ഇതൊക്കെ നോക്കിയാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് സമാധാനം വരത്തില്ല. ആളുകളുടെ പ്രഷറിനനുസരിച്ച് നമ്മൾ ദുഃഖിക്കുകയും സുഖിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ആളുകൾ എണ്ണിച്ചാൽ നമുക്ക് സുഖം, ആളുകൾ എണ്ണിച്ചില്ലെങ്കിൽ ദുഃഖം. ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം കുണ്ടലിനി യോഗത്തിൻ്റെ വെറും ഇപ്പം മണിപൂര ചക്രത്തിൽ നമ്മൾ കുറച്ച് പ്രാക്ടീസ് പൊക്കിളിൽ കൂടെ അങ്ങോട്ട് ശ്വാസം വലിച്ചെടുത്ത് മറ്റേ സ്പൈൻ തുറന്ന് അതിനകത്ത് കയറ്റി കുണ്ടലിനി അവിടെ നിന്ന് റേസ് ചെയ്ത് മുകളിലോട്ട് ഒക്കെ എടുക്കാം നമുക്ക്, അതെല്ലാം ചെയ്യാം. പക്ഷേ കുണ്ടലിന് പൊങ്ങി മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അത്രയും കൂടുതൽ അഹങ്കാരമാണ് വരുന്നത്. എനിക്കിപ്പോൾ നിങ്ങളുടെ കുണ്ടലിന് എണീറ്റിട്ടുണ്ടോ? എണീറ്റിട്ടില്ല. ആദ്യം അത് കുറച്ചുകൂടെ പരിശ്രമിക്കണം കേട്ടോ. കുറച്ചുകൂടെയൊക്കെ പണി ചെയ്യേണ്ടി വരും. അത് എളുപ്പമൊന്നും അല്ല. അത് എന്ന് പറയുമ്പോൾ ഒരു സുഖമാണ്, കാരണം നമ്മൾ അവിടെ എത്തിയ ആളല്ലേ. എന്തൊരു ഡ്രാമല്ലേ. ഭയങ്കരമായിട്ട് അലൂസിനേറ്റഡായി നിൽക്കുന്നതുണ്ട്. നമ്മളങ്ങോട്ട് ഇങ്ങനെ നോക്കിയാൽ കാണാതെ അത് ഭയങ്കരമായിട്ട് എല്ലാവരും അലൂസിനേറ്റഡായി ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. കൊച്ചു കാര്യങ്ങൾ ഇപ്പം കുണ്ടലിനിയൊന്നും ആവണമെന്നില്ല, ചെറിയ കാര്യത്തിനായാലും മതി.
അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ആരെങ്കിലും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാതിരിക്കുമെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. അത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം അത് പ്രതീക്ഷിക്കുക. അതാ പ്രശ്നം. അപ്പോൾ ഇതാണ് ഈ മണിപ്പൂർ ചക്രത്തിൻ്റെ, അത് മണിപുരമായിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ വളരെ ഷാർപ്പായിട്ട് നോക്കണം. അതിൻ്റെ നെഗറ്റീവ് ട്രൈറ്റ്സൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. എന്നുവെച്ചാൽ റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിൽ പക ഉള്ളിൽ വെച്ചുകൊണ്ട് പെരുമാറുമെന്നർത്ഥം. ഈ പ്രഷറിൻ്റെ മറ്റേ സൈഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കകത്ത് പക ഉണ്ടാവുകയാണ്. നമ്മളൊരു നോം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വേണമെന്ന് ഫിക്സ് ചെയ്തിട്ട് അത് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അവനെ തട്ടിക്കളയാനാണ് ഓർഡർ കൊടുക്കുന്നത്. രാജാക്കന്മാർ ചെയ്യും, ഭരണാധിപന്മാരും ചെയ്യും. പിടിച്ചകത്തിട്ട് അവിടെ കിടന്ന് ചത്തു. അതുകൊണ്ടാണ് ഇത് വളരെ പവർഫുള്ളായിട്ട് ഇത് ഏത് ലെവലിൽ വേണമെങ്കിലും പോകും. നമ്മളുടെ പൊസിഷൻ അനുസരിച്ച്, അധികാര സ്ഥാനങ്ങൾ അനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നാശം വിതയ്ക്കുന്ന ഒരാളായിട്ട് മാറും. എല്ലാം കത്തിച്ച് കളയും. ഫയർ എലമെൻറ്റാണ്. നമ്മൾ തന്നെ നമ്മളെ സ്വയം കത്തിച്ചങ്ങളായി. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഫയർ എലമെൻറ്റിൻ്റെ സെൻസ് ഓർഗൻ എന്ന് പറയുന്ന കണ്ണാണ്. അതിൻ്റെ സ്ഥാനം നാഭിയാണ്, ജഠരാഗ്നി. ഇതിന് വേറൊരു സ്ഥാനമുള്ളത് ആജ്ഞാചക്രമാണ്. അത് വിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്, ക്ലീൻ വിഷനുമായിട്ട്. അത് ഇതിൻ്റെ റിഫൈൻ പൊസിഷനാണ്. ആ വിഷൻ ക്ലിയർ അല്ലാതെ നിൽക്കുന്നൊരു സ്ഥലമാണിത്. സൈഡ് എടുത്തിട്ട് വിഷൻ അതിൽ ഫിക്സ് ചെയ്ത് വയ്ക്കും. അതൊക്കെ നമ്മൾ ചെയ്യുന്നത് നോക്കിയാൽ മതി. നമ്മളെ തന്നെയാണ് പരിശോധിക്കുന്നത് നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മളെ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഈ സുഖം വരുന്നത്. എന്ന് വെച്ചാൽ നല്ല രസമുള്ള കളിയെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും അവിടെ നിന്ന് നമുക്ക് മാറി വരണം എന്ന് തിരിച്ചറിയുകയും ചെയ്യും. അപ്പോഴാണ് ഒരു സമാധാനവും സന്തോഷമൊക്കെ വന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോകും. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ എന്ത് പറ്റും? ഈ പറയുന്ന നമ്മൾ ഈ മണിപ്പൂര ചക്രത്തിൻ്റെ ബേസ് ട്രൈറ്റ്സിൽ നിൽക്കുകയാണെന്ന് വെച്ചോളാം. നെഗറ്റീവ് ട്രൈറ്റ്സിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് സമൂഹത്തിൽ നിന്ന് ആരും ഇഷ്ടപ്പെടുന്നില്ല. വളരെ ഇഗോയിസ്റ്റിക്കായിട്ട് നിൽക്കുന്ന ഒരാളിനെ പിന്നെ അയാൾ പവറുള്ളത് കൊണ്ട് സമ്മതിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇവൻ ഉപദ്രവിക്കുമെന്നുള്ളത് കൊണ്ട് അയ്യോ അങ്ങ് മഹാനാണെന്ന് പറയാനൊരു സന്തോഷം. അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഭയങ്കര ഫാൾസിറ്റിയുടെ ഒരു സ്ഥലത്താണ് ഇത് പൊതുവേ ഇങ്ങനെ ഇൻ്റലക്റ്റ് വർക്ക് ചെയ്ത് നമ്മളെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തിറങ്ങി വരേണ്ട ആവശ്യമുണ്ട്. ഈ ഫർദറായിട്ട് നമുക്ക് അവയർനെസ് എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അതാണല്ലോ ഈ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവിടെ സ്റ്റക്കായി പോകാതെ നോക്കേണ്ടിയുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എന്താ അവിടെ മാറിപ്പോകാൻ തോന്നും. ഇപ്പോൾ കയ്യിൽ പണവും ധാരാളം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, പെട്ടെന്ന് എല്ലാം കൊളാപ്സ് ചെയ്ത് പോയാൽ പിന്നെ ആ സമൂഹത്തിനിടയ്ക്കായി നിൽക്കാൻ തോന്നിക്കത്തില്ല. അയാൾ മാറി എവിടെയെങ്കിലും പോയി വേറെ എവിടെയെങ്കിലും രാജ്യത്ത് പോയിട്ട് ഒരു ചെറിയ വീടൊക്കെ വാങ്ങിച്ച് അവിടെ താമസിക്കും. പിന്നെ അവിടെ നിൽക്കാൻ നോക്കില്ല. എന്ന് വെച്ചാൽ ആക്സെപ്റ്റൻസ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിന് ആക്സെപ്റ്റൻസ് വരുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴത്തേക്ക് ആ സ്ഥലം അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലമായി മാറില്ല. അതിനെ റിജക്റ്റ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പോകണമെന്ന് തോന്നി. അങ്ങനെ അത് ഭയങ്കരമായിട്ടുള്ള റിപ്പർക്കഷൻസ് ഉള്ള ഒരു ഏറിയയാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും ഇതിൻ്റെ എലമെൻ്റ് എങ്ങനെ കിടന്ന് വർക്ക് ചെയ്യുന്നു എന്ന് നോക്കണം. സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് അങ്ങനെയാണ് വരുന്നത്. പ്രാക്ടീസിൽ ഇത് ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സർഫസ് ചെയ്യുന്ന ഇമോഷൻസ് എല്ലാം ഇതുമായിട്ട് ലിങ്ക് ചെയ്താണ് മണിപ്പൂര ചക്രത്തിൽ വരുന്നത്.